ഉദാഹരണം ഞാൻ പറയാം. ഒരു മരം വെട്ട് കേസിലെ മുതലാളിയാണ് രാഷ്ട്രീയ നിരീക്ഷകനായി നിങ്ങളോട് രാഷ്ട്രീയം സംസാരിക്കുന്നത്. അത് ആരെയാണ് അവഹേളിക്കുന്നത്? നിങ്ങളെയാണ്. ഞാൻ രാംനാഥ് ഗോയങ്ക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അരുൺ ഷൗരി ജോലി ചെയ്തിട്ടുള്ളതാണ്. എടത്തട്ട നാരായണൻ, അരുൺ ആസഫ് അലി ഇവരുടെ കൂടെ ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ മരമുറിക്കാരന്റെ കൂടെ ഇരുന്ന് ഈ നാടകം ദിവസവും കളിക്കുന്ന ഇന്ന് കൊടുക്കുന്നവരെയും അതാണ് ഭേദം മനോരമയേക്കാൾ എന്നൊക്കെ പറയുകയും ചെയ്യുന്നവരുടെ, ഞാൻ ഈ സാക്ഷരതയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു തൊഴിൽ മാത്രം അർഹിക്കുന്ന ഞാൻ പറയാൻ പറ്റുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അതിനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് ചർച്ച നടത്തുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത്ര ജീർണമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയില് താങ്കൾ ചോദിച്ച ചോദ്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നതന്നെയില്ല. മാധ്യമപ്രവർത്തനം ഉണ്ടായിട്ട് വേണ്ടേ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം? എന്ത് മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നത്? ഞാനും കുറെ നിരീക്ഷകനായി ചമഞ്ഞതല്ലേ? എന്തെങ്കിലും ഉൾക്കാഴ്ചയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചർച്ചകൾ പുറത്തു വരുന്നുണ്ട്? നിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തീരുമാനിക്കുന്ന വണ്ണം എന്തെങ്കിലും ബുദ്ധിയുള്ള കാര്യം ഈ ചർച്ചയിൽ വരുന്നുണ്ട്? അപ്പൊ ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് ചവറാണ്, ഇത് നിങ്ങൾക്ക് ഞങ്ങൾ തിരസ്കരിക്കും, ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കുകയില്ല, ഇവൻ ആരാണ് ഞങ്ങളോട് രാഷ്ട്രീയം പഠിപ്പിക്കാൻ? ഇതൊരു നാടകമാണ് സുഹൃത്തുക്കളെ നടക്കുന്നത്. അടിമുടി നുണ. ചർച്ചയെന്നും പറഞ്ഞു പത്രാധിപരെന്നും ആങ്കറെന്നും കുതിരപ്പുറത്തും മൊട്ടയടിച്ചും. The whole thing is false.